സംസ്ഥാനത്തെ GST വെട്ടിപ്പ് വ്യാപകം. ഓൺലൈൻ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉൾപ്പെടെ 152 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നതായി GST വകുപ്പിന്റെ വെളിപ്പെടുത്തൽ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിമുകളിൽ ഉൾപ്പെട്ട 42 സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനുകൾ വ്യാജമാണെന്നും GST വകുപ്പ് കണ്ടെത്തി. GST വകുപ്പ് പുനഃസംഘടിപ്പിച്ചിട്ടും സംസ്ഥാനത്ത് നികുതി വെട്ടിപ്പിന് കുറവൊന്നുമില്ല. കഴിഞ്ഞ 8 മാസത്തിനിടെ 152 കോടി രൂപയുടെ വെട്ടിപ്പാണ് സംസ്ഥാനത്ത് നടന്നതായി വകുപ്പിന്റെ തന്നെ കണ്ടെത്തൽ. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലൂടെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത്. ബില്ലുകൾ നൽകാതെയുള്ള വെട്ടിപ്പിന് പുറമെയാണ് ഇത്തരത്തിലും ക്രമക്കേടുകൾ നടന്നത്. ഇൻപുട്ട് ക്രെഡിറ്റ് ക്ലെയിമുകൾ ഉൾപ്പെടെ 42 സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനുകൾ വ്യാജമാണ്. സംസ്ഥാനത്ത് 152 കോടി രൂപ വെട്ടിപ്പ് നടന്നപ്പോൾ 4 കോടിയോളം രൂപ മാത്രമാണ് വകുപ്പിന് തടഞ്ഞുവെക്കാൻ കഴിഞ്ഞത്. സംസ്ഥാനത്താകെ GST രജിസ്ട്രേഷനുകളിൽ ഭൂരിഭാഗവും വ്യാജമാണെന്നാണ് കണ്ടെത്തൽ. വൈദ്യുതി ബില്ലുകൾ, വസ്തുനികുതി രസീതുകൾ, വാടക കരാർ എന്നിവ വ്യാജമായി നേടിയെടുത്തതിനു ശേഷം വ്യാപാരം നടത്തുന്നുവെന്ന് കാണിച്ചാണ് GST രജിസ്ട്രേഷനുകൾ സ്വന്തമാക്കുന്നത്. ഉൽപ്പന്നം നൽകാതെ വ്യാജ ഇൻവോയ്സ് ചമച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും തട്ടിയെടുക്കുന്നുണ്ട്. കൂടാതെ ഓൺലൈൻ വ്യാപാര മേഖലയിലും നികുതി വെട്ടിപ്പ് വ്യാപകമാണ്. കഴിഞ്ഞ മാസങ്ങളിലായി ഓൺലൈൻ വ്യാപാര തട്ടിപ്പിലൂടെ 15 ലക്ഷത്തോളം രൂപയുടെ നികുതി ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. GST വകുപ്പിന്റെ അനുമാനത്തിൽ തന്നെ സംസ്ഥാനത്തൊട്ടാകെ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം നികുതി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ വകുപ്പോ അധികാരികളോ സ്വീകരിക്കുന്നുമില്ല. ജനം, തിരുവനന്തപുരം.